അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അംബിയാഇ അമ്മാ ബഅദ്. ലോകോൽപത്തി കാരണഭൂതനും സർവ്വലോകാനുഗ്രഹിയുമായ ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ സംഹാരകൻ, ലോകത്തിന്റെ മോചനത്തിന്റെ കാഹളം മുഴക്കിയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാം എല്ലാവരും ആ പ്രവാചകന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ആ പ്രവാചകനുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ ഒരു അയറാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്തിനാണ് ഉണ്ടാവുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഇദത്തലഹ, നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ഗ്രാമവാസി പറഞ്ഞു, ഞാൻ ഒന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടം വെക്കുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അയറാബിയോട് പറഞ്ഞു, നീ ആരോട് ആണ് സ്നേഹം വെച്ചത്? അവരോട് കൂടി നീ സ്വർഗത്തിലാണ് എന്ന്. അന്തമാമത്ത, നീ ആരെയാണ് പ്രേമിച്ചത്? അവരോട് കൂടെ നീ സ്വർഗത്തിലാണ്. അപ്പോൾ പ്രവാചകനെ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ, ആ പ്രവാചകനോട് ഹുക്കും ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രവാചകനോട് കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ പ്രവാചകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ പ്രവാചകനോട് കൂടെ സ്വർഗലോകത്ത് ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാം. സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം ജനങ്ങളെക്കാൾ നബിയെ പ്രിയമെക്കുന്നവരെ നിങ്ങളിൽ ഒരാളും തന്നെ പരിപൂർണ്ണ സത്യവിശ്വാസിയാവുകയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണമായി കൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും ആ പ്രവാചകനെ സ്നേഹം വെക്കാനും സർവശക്തനായ, സർവജ്ഞനായ, സർവാത്മനായ, സർവഗുണ സമ്പന്നനായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.